ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും അധികം മാർക്കറ്റിലേക്ക് ആകർഷിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് PSU സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള റാലിയാണ്. കാരണം പല PSU സ്റ്റോക്കുകളും ആ കാലഘട്ടത്തിൽ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. വളരെ ലോ പ്രൈസിലായിരുന്നു അന്ന് അത് അവൈലബിൾ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇത്തരം സ്റ്റോക്കുകൾ വല്ലാതെ ആകർഷിക്കുകയും ആ ഒരു മുന്നേറ്റം സ്റ്റോക്കുകളിൽ പ്രകടമാകുകയും ചെയ്തപ്പോൾ മാർക്കറ്റിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വമ്പിച്ച കോൺട്രിബ്യൂഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷന് ശേഷമുള്ള മാർക്കറ്റിൽ നമുക്ക് PSU സ്റ്റോക്കുകളിൽ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം കാണാൻ ഇപ്പോൾ കഴിയുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം ഭാവിയിൽ ആ മുന്നേറ്റം ഉണ്ടാകില്ല എന്നല്ല. കാരണം രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. അതുപോലെ ഡിഫൻസ് സെക്ടറിലുള്ള അതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്തേ തീരുകയുള്ളൂ. ഇപ്പോൾ പല തുടങ്ങി വെച്ച പ്രൊജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. കാരണം ഇന്ത്യ ഒരു വലിയ ലോകശക്തിയായിട്ട് വളരാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ PSU സ്റ്റോക്കുകളിലുള്ള ഭാവിയിലുള്ള മുന്നേറ്റം തീർച്ചയായും ഉണ്ടാകും. ഇപ്പോഴുള്ള ഈ ഒരു സ്ലോ ഡൗൺ ഒരു ടെമ്പററി ഫിനോമിന മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല PSU സ്റ്റോക്കുകളും ഇപ്പോൾ വലിയ തോതിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് അവൈലബിൾ ആണ്. അത്തരത്തിൽ നല്ല ബിസിനസ് ഗ്രോത്ത് കാണിക്കുകയും അതേസമയം കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന 6 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി എന്ന് പറയുന്ന ഇരേഡ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. RBI നോംസിന് വിധേയമായി പ്രവർത്തിക്കുന്ന. അപ്പോൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്റ്റോക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് എനർജി എഫിഷ്യൻ്റ് ആയതും കൺസർവേറ്റീവ് ആയിട്ടുള്ളതുമായ പുതിയ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള മൊത്തത്തിലുള്ള അതിൻ്റെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റും കമേഴ്ഷ്യലൈസേഷനും ഒക്കെ വേണ്ടി ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയെ ഗവൺമെൻറ് കാറ്റഗറി 1 ഒരു മിനി രത്ന കമ്പനിയായിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരു കമ്പനി കൂടിയാണ്. കമ്പനി മാർക്കറ്റ് ക്യാപ്പ് 63,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 235 ഇതിൻ്റെ ഹൈ 310 വരെ പോയിരുന്നു. ഇപ്പോൾ 24% വലിയൊരു കറക്ഷനിലൂടെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 42%, പ്രോഫിറ്റ് ഗ്രോത്ത് 44%. വമ്പിച്ച ഒരു സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്താണ് ഈ സ്റ്റോക്കിലുള്ളത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2.7% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്കും അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നേരിയ തോതിലാണെങ്കിലും ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കാം. ഈ രണ്ടാമത്തെ സ്റ്റോക്ക് ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ HUDCO എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. കാരണം ഗവൺമെൻറ് അഫോർഡബിൾ ഹൗസിംഗ് സെഗ്മെൻറ്റിൽ വൻതോതിലുള്ള പ്രൊജക്റ്റുകളാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും വരും കാലങ്ങളിൽ ഇനിയും അത്തരം പ്രൊജക്റ്റുകൾ അപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം പാർപ്പിട ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാനിക്കാത്ത ഒരു നെസസിറ്റിയാണ്. അപ്പോൾ ഈ HUDCO എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 52,000 കോടിക്ക് മേലെയുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 262. അപ്പോൾ 354 എന്ന പ്രൈസ് വരെ ഇത് പോയിരുന്നു. 26% അവിടെ നിന്ന് ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുള്ളത്. അപ്പോൾ ഇതൊരു തീർച്ചയായും നല്ലൊരു അവസരമാണ്. കാരണം ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, 13% മുകളിൽ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്ത് 28% മുകളിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ നല്ല ഹോൾഡിംഗ് കാണാൻ പറ്റും. 2.7% ഹോൾഡിംഗ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 11% മുകളിലുള്ള ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ്. ഇനി അടുത്തൊരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്, അഥവാ BEL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇവർ ഡിഫൻസ് സെക്ടറിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും അതിൻ്റെ സിസ്റ്റംസും സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ സാധാരണ സിവിലിയൻ മാർക്കറ്റിലും ഇവരുടെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനി ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. 2,12,000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. കറണ്ട് പ്രൈസ് 291 എന്ന ലെവലിലാണ്. 340 വരെ ഈ സ്റ്റോക്ക് ഹൈ പോയിരുന്നു. അവിടെ നിന്ന് ഡൗൺ ആയിട്ട് ഏകദേശം 14% ഒരു ഡൗൺ ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. സെയിൽസ് ഗ്രോത്ത് 15%, പ്രോഫിറ്റ് ഗ്രോത്ത് 34%. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 17%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 20% ഹോൾഡിംഗും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു PSU സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഷിപ്പുകൾ ബിൽഡ് ചെയ്യുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ നേവിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനുമൊക്കെ ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് വാർഷിപ്പുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ അടുത്ത് ഡിഫൻസ് സെഗ്മെൻറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിപ്പിൻ്റെ പുതിയ ഓർഡറുകൾ
കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് ഗാർഡൻ റീച്ച്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 21,000 കോടിയും കറണ്ട് പ്രൈസ് 1901 കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ 2800 വരെ പോയിരുന്നു എന്ന് നോക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എത്ര ആകർഷകമാണെന്ന് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ആ ഒരു ഹൈയിൽ നിന്നും 32% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നത്. സെയിൽസ് ഗ്രോത്ത് 40%, പ്രോഫിറ്റ് ഗ്രോത്ത് 44% വമ്പിച്ച ഗ്രോത്ത് കാണിച്ച ഒരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഇപ്പോൾ 3.91%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 3.2% ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ്. ഇനി ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇത് എല്ലാ കാലത്തും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണവും അതിൻ്റെ റിപ്പയറും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എയറോസ്പേസ് കമ്പനിയാണിത്. ഈ കമ്പനി ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. 3,20,000 കോടിക്ക് മേൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 4,792 5,675 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 15% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. സെയിൽസ് ഗ്രോത്ത് 13%, പ്രോഫിറ്റ് ഗ്രോത്ത് 36% കാണിക്കുന്ന വമ്പിച്ച ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 11% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 8% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു PSU സ്റ്റോക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഇത് പ്രധാനമായിട്ടും ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ കണ്ടെയ്നേഴ്സ്, റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ടെയ്നർ കമ്പനിയാണിത്. ഇവർ പോർട്ട് മാനേജ്മെൻറ്റും എയർ കാർഗോ കോംപ്ലക്സുകളും അതുപോലെ കോൾഡ് ചെയിൻ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 58,000 കോടിക്ക് മേലെയുണ്ട്. കറണ്ട് പ്രൈസ് 960 1194 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. അവിടെ നിന്ന് ഏകദേശം 19% ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് 9%, പ്രോഫിറ്റ് ഗ്രോത്ത് 13% ഈ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 16% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 24% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 6 സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠന വിധേയമാക്കുക. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.